IQOO Neo 6, യെസ്, എനിക്കറിയാം നമ്മൾ വൈകിപ്പോയി എന്ന് പ്രമുഖ യൂട്യൂബർമാർ എല്ലാവരും ഈ ഒരു ഫോണിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. എന്തായാലും ഈ ഒരു വീഡിയോയിൽ അവർ കവർ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അതേ വീഡിയോ കാണുന്നൊരു ഫീൽ നിങ്ങൾക്കും വരും. അതുകൊണ്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു വളരെ നാൾക്ക് ശേഷമാണ് ഒരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറയാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ നമ്മുടെ കയ്യിലെത്തുന്നത്. നിങ്ങൾക്ക് BGMI അൾട്രാ HD അൾട്രാ മോഡിൽ കളിക്കണോ, അത് HDR എക്സ്ട്രീമിൽ കളിക്കണോ, അല്ല നിങ്ങൾക്ക് 60 FPS 4K വീഡിയോസ് ഷൂട്ട് ചെയ്യണോ, അല്ല നിങ്ങൾക്ക് 12 മിനിറ്റിൽ 50% ചാർജ് ചെയ്യണോ? വെൽ, ഒരു 30,000 രൂപയ്ക്ക് താഴെ നമുക്ക് പവർ പാക്ഡ് ആയിട്ടുള്ള കണ്ണും പൂട്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഈ ഒരു ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. വിശദമായിട്ട് എന്തൊക്കെയാണ് എന്ന് നോക്കാം. സോ അൺബോക്സിങ്ങിന്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ല എങ്കിൽ ബോക്സിനകത്ത് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ, ഒരു TPU കേസ്, വാറന്റി, അതേപോലെ സിം എജക്ടർ ടൂള്, പിന്നെ നമുക്കൊരു 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ബ്രിക്ക്, അതിന്റെ കൂടെ ഒരു USB Type C കേബിളും ഒരു 3.5 mm to USB-C ഒരു ഡോംഗ്ലുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പെർഫോമൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്നാപ്ഡ്രാഗണിന്റെ 870 ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 870 ഒരു 5G ചിപ്സെറ്റ് ആണ്, 7 നാനോമീറ്റർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ചിപ്സെറ്റിനകത്ത് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഏകദേശം 7.4 ലക്ഷമാണ് ഇതിന്റെ AnTuTu സ്കോർ വരുന്നത്. ബൈ ദ വേ, ഈ പ്രൈസ് റേഞ്ചിൽ മറ്റ് ഫോണുകളിൽ നിന്നും ഒരു കാര്യം ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണ് എന്ന് വീഡിയോയിൽ കുറച്ച് കഴിയുമ്പോൾ പറയാം. പിന്നെ ഗെയിമിങ്ങിന്റെ ആ ഒരു കാര്യവും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷേ ഇതിന്റെ സ്റ്റോറേജ് ഈ എൻ്റെ കയ്യിലുള്ള വേരിയന്റ് എന്ന് പറയുന്നത് 12GB റാമും 256GB ഇന്റർണൽ മെമ്മറി ഉള്ളതാണ്. ആൻഡ് ഇതിനകത്ത് സ്റ്റോറേജ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള UFS 3.1 ടെക്നോളജിയാണ്. ആൻഡ് UFS 3.1 മാത്രമല്ല, ഇവർ പറഞ്ഞിരിക്കുന്നത് എൻഹാൻസ്ഡ് 3.1 ആണ്. അതുകൊണ്ട് തന്നെ 86% റീഡ് റൈറ്റ് സ്പീഡ്സ് കൂടിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുമെന്ന്. ഇതിന്റെ പെട്ടിക്കകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു 80 വാട്ടിന്റെ ചാർജർ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടു കാണാം. നമ്മുടെ Z6 Proന്റെ അൺബോക്സിംഗിൽ നമുക്കൊരു 80 വാട്ടിന്റെ ബ്രിക്ക് കണ്ടിട്ടുണ്ടായില്ലേ, ആ സെയിം ബ്രിക്കാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. സോ 4700 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് 80 വാട്ടിന്റെ ചാർജർ കുത്തുമ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 50% ചാർജ് ആവും. ആൻഡ് ടോട്ടൽ ഫുൾ ചാർജ് ആണെങ്കിൽ 30-32 മിനിറ്റിനകത്ത് ഫുൾ ചാർജ് ആവുന്നുണ്ട്. സോ ഗെയിമിംഗ് ഫോണിന് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആണ് അത്. കാരണം സോ നിങ്ങൾ ഗെയിം കളിച്ചു ജസ്റ്റ് ഒന്ന് കുത്തി 10 മിനിറ്റിനുള്ളിൽ 50% ചാർജ് ആകുമ്പോൾ വീണ്ടും കളിച്ചു തുടങ്ങാം. വെൽ, ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതൊരു ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് നല്ലപോലെ കിട്ടുമോ എന്നൊരു സംശയം വരും. ഡെഫിനറ്റ്ലി നിങ്ങൾ 3-4 മണിക്കൂറൊക്കെ ഗെയിം കളിക്കുവാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കും. ഡെയിലി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ചാർജ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവർ ബാറ്ററി സേവ് ചെയ്യാനായിട്ട് കുറേ പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു 120 ഹെർട്സിന്റെ AMOLED പാനലാണ്. പക്ഷേ ഇത് E4 പാനലാണ്. അത് 120 ഹെർട്സിന് ഏകദേശം 6.62 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD പ്ലസ് ആയിട്ടുള്ള E4 പാനലായതുകൊണ്ട് E4ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമൽ AMOLED പാനൽ വെച്ച് നോക്കുമ്പോൾ 30% ലെസ് പവർ മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ എന്നാണ്. അതുപോലെ തന്നെ പ്രൊലോങ്ഡ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് കണ്ണിന് ഹാംഫുൾ ആണ് എന്ന് പറയില്ലേ. സോ ഇത് ഏകദേശം 6.8% മാത്രമേ ഹാംഫുൾ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റും വരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി എന്താ പറയുക, പ്രൊലോങ്ഡ് യൂസിന് നമ്മൾക്കും കംഫർട്ടബിൾ ആയിരിക്കും. ഇനി ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ലേശം ഒരു കൺഫ്യൂഷൻ ആൾക്കാർക്കുണ്ട്. കാരണം വീഡിയോസ് എല്ലാം ഏകദേശം 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആക്ച്വലി ഇതിനകത്ത് 1300 നിറ്റ്സിന്റെ അല്ല. അതായത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് 800 നിറ്റ്സിന്റെ ആണ് ഫുൾ ബ്രൈറ്റ്നസ് നമുക്ക് വരുന്നത്. ഇനി HDR കോണ്ടന്റുകൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് 1300 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നത്. പക്ഷേ 800 നിറ്റ്സ് എന്ന് പറയുന്നത് മോശമൊന്നുമല്ല കേട്ടോ. 800 നിറ്റ്സ് ആണെങ്കിലും ഔട്ട്ഡോർ വിസിബിലിറ്റി, ഇൻഡോർ വിസിബിലിറ്റി ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. HDR കോണ്ടന്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബ്രൈറ്റ്നസും കൂടെ കിട്ടും. ആൻഡ് AMOLED പാനൽ ആയതുകൊണ്ട് വളരെ നല്ല കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നുണ്ട്. പ്ലസ് HDR10+ന്റെ സപ്പോർട്ടും ഇതിനകത്തുണ്ട്. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് യൂട്യൂബിൽ HDR10+, HDR10 കോണ്ടന്റുകൾ 4K കാണാനായിട്ടും ഇൻബിൽഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഇതിനകത്തുള്ള റാം. LPDDR4X റാം ആണ്. 12GB റാം പ്ലസ് നിങ്ങൾക്ക് എക്സ്റ്റൻഡഡ് റാം ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഒരു 4GB കൂടെ നിങ്ങളുടെ ഇന്റേണൽ സ്റ്റോറേജിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റുമെന്ന്. ആൻഡ് ഫാസ്റ്റ് ഇന്റേണൽ സ്റ്റോറേജ് ആയതുകൊണ്ട് ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, നോർമലി എല്ലാവരും ഏറ്റവും ആദ്യം ഡിസൈൻ പറയും. എന്തായാലും നമ്മൾ ഇടയ്ക്കാണ് പറയുന്നത്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ കളർ കണ്ടില്ലേ, ലേശം ഷിഫ്റ്റ് ആവുന്നുണ്ട്. ആൻഡ് സൈഡ്സ് ലേശം റൗണ്ടഡ് ആണ്. സോ കൈ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈയിൻ്റെ കർവേച്ചറിന് അനുസരിച്ചാണ് വെച്ചിരിക്കുന്നത്. സോ ഒരു എർഗണോമിക്കൽ ഡിസൈൻ എന്ന് പറയാം. ആൻഡ് ബാക്കിനകത്ത് ക്യാമറ മൊഡ്യൂൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. Neo 6 നമ്മുടെ Z6 Proയുടെ കണ്ടില്ലേ, അതേപോലത്തെ ഒരു എന്താ പറയുക വിയേർഡായിട്ടുള്ള ക്യാമറ മൊഡ്യൂളല്ല, കുറച്ചുകൂടി ഒരു എലഗൻ്റ് ആക്കിയിട്ടുണ്ട്. 64 MP പ്രൈമറി ക്യാമറയും 8 MP അൾട്രാ വൈഡും അതേപോലെ 2 MP മാക്രോ ക്യാമറയുമാണ് ഒളിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ആൻഡ് ഇതിനകത്ത് വേറെ കാര്യമായിട്ട് വരുന്ന വെച്ചാൽ റൈറ്റ് സൈഡ് വോളിയം റോക്കേഴ്സ്, പവർ ബട്ടൺ, താഴെ നിങ്ങൾക്ക് സ്പീക്കർ ഗ്രില്ല്, USB Type C പോർട്ടും അതേപോലെ ഡ്യുവൽ നാനോ സിം ഇടാൻ പറ്റുന്ന സിം ട്രേ ഉണ്ട്. മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോണും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക സാധനം, നമ്മുടെ IR ബ്ലാസ്റ്റർ. യെസ്, IR ബ്ലാസ്റ്റർ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതും വളരെ നല്ല കാര്യം. ബിൽഡ് ടോട്ടലി പോളികാർബണേറ്റ് ആണ്. ഗ്ലാസ് ബാക്ക് പോലെ തോന്നും, പോളികാർബണേറ്റ് ആണ്. ഗ്ലാസ് കൊടുത്തിരുന്നെങ്കിൽ ടോട്ടൽ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറയാം. യെസ്, ഇനി കമ്മിങ് ടു ഗെയിമിംഗ് പെർഫോമൻസ്. ഗെയിമിങ്ങിൽ ഇത് എങ്ങനെയാണ്? BGMI കളിച്ചു നോക്കി. BGMI നിങ്ങൾക്ക് അൾട്രാ HD മോഡിൽ അൾട്രാ ഫ്രെയിംസ് പെർ സെക്കൻഡിൽ കളിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതിനകത്ത്
ഇതിനകത്ത് HDR മോഡിലാണെങ്കിൽ എക്സ്ട്രീം വരെയും പോകാനായിട്ട് പറ്റും. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു ഇഷ്യൂസും ഇല്ല. പിന്നെ 90 FPS BGMIയിലുള്ള സപ്പോർട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം BGMIയും നമ്മുടെ Neo 6ഉമായിട്ടൊരു ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഒരു പോസ്റ്റർ ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വൈകാതെ അപ്ഡേറ്റിലൂടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത് കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹീറ്റിംഗ് വരുന്നുണ്ടോ ഫുൾ സെറ്റിംഗ്സ് എന്ന് വെച്ചാൽ ഇതിനകത്തൊരു പെർഫോമൻസ് മോഡ്, അതേപോലെ തന്നെ മോൺസ്റ്റർ മോഡ് എന്നൊക്കെ ഉണ്ട്. സൈഡിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഗെയിം കൺട്രോൾ പാനൽ കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡുകൾ ചൂസ് ചെയ്യാൻ പറ്റും. പെർഫോമൻസ് മോഡിലൊക്കെ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഹീറ്റിംഗ് ഫീൽ ചെയ്യുമെന്ന് വെച്ചാൽ ആക്ച്വലി ഫീൽ ചെയ്യുന്നില്ല. ഇതിനകത്ത് അവർ ഏകദേശം 36,000 mm² ഒരു ലിക്വിഡ് കൂളിംഗ് സർഫസ് കൊടുത്തിട്ടുണ്ട്. 5 ലെയർ കാസ്കേഡ് ഗ്രാഫൈറ്റ് കൂളിംഗ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ആൻഡ് ആക്ച്വലി അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിത് ഉപയോഗിച്ച് പിന്നെ ഹീറ്റിംഗ് എന്ന പ്രകാരം ഫേസ് ചെയ്തിട്ടേ ഇല്ല. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഗെയിമേഴ്സിന് ഇത് പറ്റിയ ഫോണാണ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ്. അതായത് 1200 ഹെർട്സിൻ്റെ ഇൻസ്റ്റൻറ്റും 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റുമാണ് ഇതിനകത്ത് വരുന്നത്. എസ്പെഷ്യലി 2 ഗെയിമുകൾക്കാണ് ഇവർ ഇത് ആക്ച്വലി ട്വീക്കിയിരിക്കുന്നത്, BGMIക്കും കോൾ ഓഫ് ഡ്യൂട്ടി. BGMI ആൻഡ് കോൾ ഓഫ് ഡ്യൂട്ടിയിൽ ഏകദേശം 10 times മോർ ടച്ച് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. സോഫ്റ്റ്വെയർ വഴി അവരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഈ 2 ഗെയിമാണ് നിങ്ങൾ പ്രൈമറി ആയിട്ട് കളിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ള ഫോണാണ്. ആൻഡ് വേറൊരു കാര്യം ഞാൻ കണ്ടത്, IQOO ഗെയിമിംഗ് സ്ലീവുകൾ ഇറക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടായിരുന്നു. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബോക്സ് ഒക്കെ കൂട്ടിയിട്ട്. സോ ആക്ച്വലി നിങ്ങളൊരു ഗെയിമിംഗ് ഭ്രാന്തന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അതൊക്കെ ട്രൈ ചെയ്യാം. 10 hours ഗെയിം കളിക്കുന്നുണ്ട്, ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ അടുപ്പിച്ച് നിങ്ങൾ ഗെയിം കളിക്കാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂ വരില്ല. എങ്കിലും നിങ്ങൾക്കൊരു കൂളർ വേണമെങ്കിൽ മേടിച്ച് വയ്ക്കുക. ഒരു ക്ലിപ്പ് ഓൺ കൂളറും ഈ ഒരു IQOOയുടെ തന്നെ അവർ ഇറക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനി അടുത്ത ഹെഡ്ഫോൺ ജാക്ക് ഇല്ല എന്നുള്ളൊരു പോരായ്മ ഇതിനകത്ത് ഉണ്ട് എന്ന് പറയാൻ വന്നുവെങ്കിലും ബോക്സിനകത്ത് തന്നെ ഒരു ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഡോങ്കിൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ഗെയിമേഴ്സിന് ഡെഫിനറ്റ്ലി വയർഡ് ഇയർഫോൺസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ആ ഒരു കാര്യം ഇതിനകത്ത് ഇൻബോക്സ് കിട്ടുന്നുണ്ട്, വളരെ നല്ല കാര്യം. അല്ല ഇനി ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹെഡ്ഫോൺ കുത്താണ് ഡയറക്റ്റ് ആയിട്ടാണ് കളിക്കുന്നതെങ്കിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. കിഡുവാണ് സ്റ്റീരിയോ സ്പീക്കേഴ്സ്. രണ്ടും ലെഫ്റ്റും റൈറ്റും ഈക്വലി ലൗഡായിട്ട് എനിക്ക് തോന്നി. കുറച്ച് ട്രബിൾ കൂടുതലാണ്, ബേസിലും ലേശം ട്രബിൾ കൂടുതലാണ്, പക്ഷേ ലൗഡ്നെസ്സും അതിനനുസരിച്ചുണ്ട്. കൊള്ളാം, നല്ലൊരു സ്റ്റീരിയോ സ്പീക്കേഴ്സ്. പിന്നെ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് 4D ഗെയിം വൈബ്രേഷൻസ് ആണ്. അതായത് നോർമലി Z ആക്സിസ് മോട്ടറാണ് ഒരു ഗെയിമിംഗ് ഫോണിനൊക്കെ കൊടുക്കാറ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുള്ള ഒരു X ആക്സിസ് ലീനിയർ മോട്ടർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ BGMയിലേക്ക് ഗൺ ഷോട്ടൊക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു ഫീൽ, അതായത് ഒരു ഇമ്പാക്റ്റ് കിട്ടിയൊരു ഫീലൊക്കെ കാണിക്കാൻ പറ്റും. നമുക്ക് ആ ഒരു ഗെയിമിംഗ് പാനലിൽ നിന്ന് വേണമെങ്കിൽ ഓണാക്കി ഇടാൻ പറ്റും. പക്ഷേ എനിക്ക് കൂടുതൽ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ വളരെ നല്ലൊരു കുഞ്ഞു വൈബ്രേഷൻസ്, നല്ല രസമുണ്ട്. സോ വൈബ്രേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രീമിയംനെസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഫൈനലി സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുന്നതിന് മുന്നേ ക്യാമറ. ഇതിന്റെ പ്രൈമറി ക്യാമറ 64 മെഗാപിക്സലിന്റെ സാംസങ് GW1P സെൻസറാണ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഞാൻ ഇതിന്റെ പ്രൈമറി ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറ്റമൊന്നും അധികം പറയാനായിട്ടില്ല. പ്രത്യേകിച്ചും നൈറ്റ് ഫോട്ടോസ് ഞാൻ കൂരാക്കൂരിട്ടില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കൂരാക്കൂരിട്ടിനകത്ത് ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഫോട്ടോ ഔട്ട്പുട്ട് വന്നപ്പോൾ വളരെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. എനിക്ക് നൈറ്റ് മോഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് വീഡിയോയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് 4K 60 FPS ഷൂട്ട് ചെയ്തൊരു ഫുട്ടേജാണ്. നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്, നല്ല കളർ റീപ്രൊഡക്ഷൻ ഉണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ ആക്ച്വലി IQOO ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പ്ലസ് വേറൊരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, നോർമലി അൾട്രാ വൈഡ് ക്യാമറകൾ കമ്പനിയുടെ ഈ തള്ളാറിലാണ്. അതായത് ഏത് ഫോണിലും നോക്കുമോ പ്രൈമറി ക്യാമറയിൽ നല്ല കളറായിരിക്കും, അൾട്രാ വൈഡ് ക്യാമറ ഭയങ്കര ശോഭമായിരിക്കും. പക്ഷേ ഇതിൻ്റെ 8 MP അൾട്രാ വൈഡ് ക്യാമറ ആണെങ്കിലും പ്രൈമറി ക്യാമറ എടുത്ത ഫോട്ടോയിൽ എങ്ങനെയാണോ അവർ കളർ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് അതേ രീതിക്ക് അവർ കാലിബ്രേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. യെസ്, ആ ഒരു ക്ലാരിറ്റി എന്തായാലും 8 MP വരില്ല എങ്കിലും നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ട് അവർ ട്യൂൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ നല്ല കാര്യങ്ങളുണ്ടെങ്കിലും കണ്ണ് കിട്ടാതിരിക്കാനായിട്ട് എന്നുള്ള രീതിയിൽ ഒരു 2 MP മാക്രോ ക്യാമറ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് എന്ന് പോലും എനിക്കറിയില്ല. മേ ബി അതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ല ഒരു 2 MP ക്യാമറ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഫോട്ടോസ് കണ്ടുപോകുമ്പോൾ എനിക്ക് എന്താ പറയുക, ഇത്രയും നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ആ ഒരു 2 MP മാക്രോ ക്യാമറ കൊണ്ടുവന്ന് അത് മാത്രം ലേശം മോശമായി പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ സെൽഫീസ് ആണ് നിങ്ങളുടെ മെയിൻ പോയിന്റ് ഓഫ് വ്യൂ എങ്കിൽ ഡെഫിനറ്റ്ലി IQOO ഫോൺസ് പൊതുവേ സെൽഫീസ് നല്ലതാണ്. ആ ഒരു നല്ല കാര്യം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് IQOO ഫോൺസിൽ. സെൽഫീസ് കുറച്ച് സ്കിന്നൊക്കെ ടോൺ ചെയ്തെടുക്കും, കുറച്ച് എന്താ പറയുക ഒരു പുട്ടിയിടുന്ന അല്ലെങ്കിൽ ഒരു പൂശുന്ന അങ്ങനത്തെ രീതിക്കുള്ള സെൽഫീസൊക്കെയാണ് നമുക്ക് വരുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള സെൽഫീസാണ്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് വീഡിയോസ് 1080p 30 FPS എടുക്കാൻ പറ്റുന്നത്. ഇനി സെക്യൂരിറ്റി വൈസ് നിങ്ങൾക്ക് ഫേസ് അൺലോക്ക് ഉണ്ട്, അതേപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയർ വൈസ് ഇതിനകത്ത് Android 12 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. ഫൺ ടച്ച് OS ആണ്. ആക്ച്വലി ഫൺ ടച്ച് OS കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല
OS അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവരൊരു തീരുമാനമാക്കിയിട്ടുണ്ട് 2 വർഷത്തോളം നിങ്ങൾക്ക് OS അപ്ഗ്രേഡുകൾ തരുമെന്നും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് തരുമെന്നും. യെസ്, സോ കമ്പനീസൊക്കെ OS അപ്ഡേറ്റ്സ് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. ആൻഡ് ഇതിനകത്ത് ബഗ്ഗുകൾ എന്ന് പറയാനായിട്ട് സോഫാർ എനിക്ക് ഉപയോഗിച്ചിട്ട് അങ്ങനെ ബഗ്ഗൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ബ്ലോട്ട് വേഴ്സിൻ്റെ കാര്യം മാത്രം ഇപ്പോഴും ചെറിയൊരു അനോയിങ് ആയിട്ടുണ്ട്. അതായത് ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ കുറേ അധികം ബ്ലോട്ട് വേഴ്സ്, ഇപ്പോൾ ജോഷ് ആയിക്കോട്ടെ, ബൈജൂസ്, അങ്ങനെ കുറേ ബ്ലോട്ട് വേഴ്സ് ഇതിനകത്തുണ്ട്. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടി വരും. പുഷ് നോട്ടിഫിക്കേഷൻസും ലേശം വരുന്നുണ്ട്. പക്ഷേ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ സൈഡ്. പിന്നെ സോഫ്റ്റ്വെയറിനകത്ത് ആപ്പ് പിന്നിങ് എന്ന് പറഞ്ഞ ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, ആൻഡ്രോയിഡിലുള്ളൊരു ഫീച്ചറാണ് ആപ്പ് പിന്നിങ്. അതിനകത്ത് അവൈലബിൾ ആണ്. ആൻഡ് 5G ബാൻഡുകളുടെ കാര്യം, 5G ബാൻഡുകളുടെ കാര്യം IQOO പറഞ്ഞത് 4 5G ബാൻഡുകളാണ് കൊടുത്തിരിക്കുന്നതെന്ന്. സോ എന്തുകൊണ്ട് 4 എന്ന് ചോദിച്ചപ്പോൾ എസെൻഷ്യലായിട്ട് ഇപ്പോൾ 4 എണ്ണമാണ് ഇന്ത്യയിൽ എന്തായാലും വരാൻ പോകുന്നത്. ആ ഒരു 4 എണ്ണം മാത്രമാണ് നമ്മൾ കൊടുത്തത് എന്നാണ് പറയുന്നത്. കുറച്ച് കൂടുതൽ 5G ബാൻഡുകൾ കൊടുക്കാമായിരുന്നു. ബട്ട് IQOO പറയുന്നത് ഇത് 4 എണ്ണമാണ് ഏറ്റവും എസെൻഷ്യൽ എന്ന്. സോ 4 5G ബാൻഡുകളാണ് ഇതിനകത്തുള്ളത്. ഈ ഫോണിൻ്റെ ആക്ച്വൽ പ്രൈസിങ് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഇതിൻ്റെ ലോഞ്ച് 31/5/2022 വന്നിരിക്കുന്നത്. നമുക്ക് ഇൻവൈറ്റ് ഒക്കെ IQOO അയച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് വെച്ചാൽ 30,000 രൂപീസിന് താഴെ 28K നമുക്ക് 120GB വേരിയൻറ്റ് ലഭിക്കാനായിട്ട് പോകുന്നുണ്ട് എന്നാണ് കേട്ടത്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ഇത്രയും നേരം ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചിട്ട് കാര്യമായിട്ട് എടുത്തു പറയത്തക്ക കുറ്റങ്ങളൊന്നും തന്നെ കണ്ടില്ല. സോ ഈ ഫോൺ ബേസിക്കലി ഗെയിമേഴ്സിന് വേണ്ടി മാത്രം ഓറിയൻറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എന്നാൽ അതും പറഞ്ഞ് ക്യാമറയിൽ വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. സോ ഓവറോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറയാൻ പറ്റുന്ന രീതിക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഫോണിനെ കുറിച്ച് തോന്നുന്നത്? ആൻഡ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുക. പ്ലസ് ആമസോണിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ എന്തോ ഒരു പ്ലേ ആൻഡ് വിൻ, അതായത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ അതിനകത്ത് കളിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടു. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ IQOO Neo 6ൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.